ഹായ് ഗൈസ്, ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മാഴ്സിൻ്റെ ലിക്വിഡ് ബ്ലഷാണ്. ഷെയ്ഡ് നമ്പർ 06 നൈറ്റ് ഗ്ലോ. ഇടുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നും, പക്ഷെ നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും ഡെലിവറിക്ക് മുന്നേ 10,000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനുള്ള എൻ്റെ തത്രപ്പാടിലാണ് ഞാൻ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. ബ്ലഷ് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശകലം കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്കത് ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സെൽഫ് യൂസിന് വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഈ ഒരു പ്രൈസിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിൽ കയറി വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നത് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ എൻ്റെ മൂക്കിലും താടിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമല്ലേ, അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യാൻ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും വാങ്ങിക്കണം. അടുത്തത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു കോണ്ടൂറാണ്, ഒരു ക്രീം ബേസ്ഡ് കോണ്ടൂറാണ്. ഞാനിതൊരു 333 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. കോണ്ടൂറൊന്നും പൊതുവേ ഇടാറില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കവളിലിട്ടിട്ട് എനിക്ക് വലിയതൊന്നും തോന്നിയില്ല, പക്ഷേ എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ല ഷെയ്ഡല്ലേ അത്. പിന്നെ ഞാൻ എൻ്റെ ചിന്നിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂക്കിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂക്കിലിട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നുമില്ല, നല്ല ഷേപ്പുള്ള മൂക്കായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ മൂക്ക് ആർക്കെങ്കിലും ഷേപ്പ് ചെയ്യണമെങ്കിൽ ഈ കോണ്ടൂർ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഈ കോണ്ടൂർ എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോണ്ടൂറായിരുന്നാലും. ഞാനിത് പറഞ്ഞേ ഉള്ളൂ. കണ്ടില്ലേ ആ ഒരു മാറ്റം, കൊള്ളാമല്ലേ അത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാനിതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഫാഷൻ കളറിൻ്റെ ലിക്വിഡ് ഗ്ലോ എന്ന് പറയുന്ന സെറ്റിംഗ് സ്പ്രേ ആണ്. ഭംഗി ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് സംഭവം എന്ന്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംഭവം ഇത് വാങ്ങിച്ചത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വേറൊരു റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. കണ്ടില്ലേ ഇങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി, കയ്യിൽ നോക്കിയിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല. ഗ്ലിറ്റർ അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ക്യാമറയ്ക്ക് അറിയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്തായിരുന്നാലും വാങ്ങിച്ച് ഇനി നമുക്കത് മുഖത്തടിച്ച് നോക്കാം. മുഖത്ത് ഞാൻ അടിക്കുന്നുണ്ടത്. പൊതുവേ ഇങ്ങനെയൊന്നും ഉപയോഗിക്കാത്ത ആളാണ് കേട്ടോ ഞാൻ. എന്നിരുന്നാലും അത് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നല്ലേ. ഓക്കെ, നല്ല തണുപ്പുണ്ട് എനിക്കത്. ഞാനത് കുറച്ച് കഴുത്തിലും കൂടെ അടിച്ചു. ഇങ്ങനെയൊന്നും വാരിക്കോരി അടിക്കരുതായിരുന്നു, ഞാൻ വെറുതെ ചെയ്തെന്നേ ഉള്ളൂ. അത് ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സംഭവത്തിൽ ചെറുതായിട്ട് ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ, ക്യാമറയ്ക്ക് കാണാൻ പറ്റില്ല. ഏതായാലും ഞാനത് ലാസ്റ്റ് കാണിക്കാം. എനിക്ക് ലാസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. കൊള്ളാട്ടോ, അത് നല്ല പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങളത് ആവശ്യമുള്ളവർ കയറി വാങ്ങിച്ചാൽ മതി. അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് ഫിനിഷ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് എപ്പിക് മജന്ത. ഞാൻ ഡാർക്ക് കളറെന്ന് കണ്ടിട്ട് വാങ്ങിച്ചൊരു കളറാണ് കേട്ടോ. പക്ഷേ എനിക്കിട്ടപ്പോൾ മനസ്സിലായില്ലേ ഏത് കളറാണെന്നത്. ഇത് അത്യാവശ്യം ഫെയർ ടോൺ ഉള്ളവർക്കേ ചേരുള്ളൂ ഈ കളർ. അതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഓക്കെ, ഞാനത് കുറച്ചും കൂടി ഡാർക്ക് ആക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ചിരി വരുന്നുണ്ട് ഈ കളർ കണ്ടിട്ട്. അപ്പോൾ എന്നെ കണക്ക് ഡാർക്ക് ടോൺ ഉള്ളവർ ഇത് വാങ്ങിക്കരുത്. ഫെയർ ടോൺ ഉള്ളവർക്കാണെങ്കിൽ കൊള്ളാം. ഞാൻ ഇത് വെച്ച് എൻ്റെ ലാസ്റ്റ് ബ്രൈഡിന് ചെയ്ത ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്താണിത്. നല്ല വ്യത്യാസമുണ്ട്.